ദിവസം മുൻപ് കാണാതായ യുവതി പെരുമ്പാമ്പിന്റെ വയറ്റിൽ മരിച്ച നിലയിൽ. ഇന്തോനേഷ്യയിലെ ദക്ഷിണ സുലവേസിയിലെ കാലെംപോങ്ങിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. 45 വയസ്സുകാരിയാണ് പെരുമ്പാമ്പ് ഒന്നാകെ വിഴുങ്ങിയത്. കാലെംപോങ് സ്വദേശി ഫരീദയെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായിരുന്നത്. വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം വിൽക്കാനായി അങ്ങാടിയിൽ പോയതായിരുന്നു അവർ. എന്നാൽ രാത്രിയായിട്ടും തിരിച്ചു വരാതായതോടെ ഭർത്താവ് നോനി അയൽപക്കത്തും ബന്ധുവീടുകളിലുമെല്ലാം ബന്ധപ്പെട്ടു. എന്നാൽ ഫരീദ അവിടെയൊന്നും എത്തിയിരുന്നില്ല. അയൽനാടുകളിലെല്ലാം അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. തുടർന്ന് നാട്ടുകാർ ഒന്നാകെ ഇറങ്ങി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം വീടിനടുത്തുള്ള പറമ്പിൽ പെരുമ്പാമ്പ് വിഴുങ്ങിയ നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഫരീദയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് ഊർജിതമായി തിരച്ചിലായിരുന്നുവെന്ന് ഗ്രാമമുഖ്യൻ സുവാർദി റോസി വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. അതിനിടയിൽ ഭർത്താവിന് തന്നെയാണ് ആദ്യമായി സൂചനകൾ ലഭിച്ചത്. ഭാര്യയുടെ ചെരുപ്പും മറ്റു വസ്തുക്കളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടു. നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഭീമാകാരമായ വയറുമായി പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തുടർന്ന് പാമ്പിന്റെ വയറ് മുറിച്ചു നോക്കിയപ്പോഴാണ് കാണാതായ യുവതിയെ അകത്ത് കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ തന്നെയായിരുന്നു ഫരീദ. പുറത്തെടുക്കുമ്പോൾ ജീവൻ ബാക്കിയുണ്ടായിരുന്നില്ല. പെരുമ്പാമ്പിന് 5 മീറ്ററോളം നീളമുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. പുറത്തെടുത്ത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കബറടക്കിയിരിക്കുകയാണ്. 4 മക്കളുടെ അമ്മയാണ് മരിച്ച ഫരീദ. ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടതിൽ ഇപ്പോൾ ഖേദിക്കുന്നുവെന്ന് നോനി പ്രതികരിച്ചു. അന്ന് ഞാനും ഒപ്പം പോയിരുന്നുവെങ്കിൽ പാമ്പ് അവളെ തൊടുമായിരുന്നില്ല. അവൾ കടന്നുപോയ വേദനകൾ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുകയാണെന്നും നോനി പറഞ്ഞു. കാലെംപോങ്ങിൽ ഇതാദ്യമായാണ് ഒരു മനുഷ്യനെ പാമ്പ് വിഴുങ്ങുന്നതെന്ന് ഗ്രാമമുഖ്യൻ സുവാർദി പറഞ്ഞു. കാട്ടിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. സ്ത്രീക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ കാടുകളിൽ പെരുമ്പാമ്പിന്റെ വലിയ സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. 2017 ശേഷം ഇന്തോനേഷ്യയിൽ പെരുമ്പാമ്പ് വിഴുങ്ങുന്ന 4ാമത്തെയാളാണ് ഫരീദ. അവസാനമായി 2022 ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.